കിട്ടി മക്കളെ UAE ഡ്രൈവിംഗ് ലൈസൻസ്. എനിക്കിനി നാട്ടിലും ഓടിക്കാം. വീഡിയോ കാണാം. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഡോക്ടർ ചെയ്യേണ്ട പണി പോലീസുകാർ ചെയ്യേണ്ട പണി നാട്ടുകാർ ചെയ്യും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓൾമൈറ്റി ഗോഡ് സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നാട്ടിൽ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ലൈസൻസോടുകൂടി റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാതെ വണ്ടി ഓടിക്കണം എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡോക്ടർമാർ ചെയ്യേണ്ട പണി RTOമാർ ചെയ്യും. ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാലും RTO സമ്മതിക്കില്ല. അങ്ങനെയാണ് ഞാനിവിടെ UAE ഡ്രൈവിംഗ് സീറ്റിൽ എത്തുന്നത്. ഇത് വെറും ഒരു പ്ലാസ്റ്റിക് കാർഡല്ല, ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള ഡ്രൈവിംഗ് ലൈസൻസാണ്. ഇത് വെച്ച് നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. നാട്ടിലത്തെ പോലെ എളുപ്പമൊന്നുമല്ല ഇവിടെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് പലർക്കും അറിയായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഈ ലൈസൻസ് എടുത്തിട്ടുള്ളത്, നാട്ടിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവിടെ ലൈസൻസ് എടുത്താലും ഇവിടെ ഞാൻ വണ്ടി ഓടിക്കുന്നുള്ളത്. കാരണം എനിക്ക് നല്ലപോലെ പേടിയുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ റൗണ്ട് അബൌട്ട്സ്, അതേപോലെ എക്സിറ്റുകൾ ഒക്കെ ഭയങ്കര, നമ്മളിവിടെ റൈറ്റ് സൈഡിലെ സീറ്റിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിനേക്കാളും ഭയങ്കര പേടി ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ലേഡീസ്, പ്രത്യേകിച്ച് മലയാളി ലേഡീസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ശേഷം ഈ റൗണ്ട് അബൌട്ടിലുള്ള പേടി കാരണം ഡ്രൈവിംഗ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. ആദ്യം കുറച്ച് തവണ ഒരു പേടിയൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമ്മളതൊരു 2-3 പ്രാവശ്യം നമ്മൾ ആ പേടിനെ ഓവർകം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് തന്നെ പരിചയമുള്ള 2-3 ആൾക്കാർ ഇതേപോലെ പേടിച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ നല്ലപോലെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ വണ്ടി ഓടിച്ച് അവരും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് അവരൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം തന്നെ അവർക്കും കിട്ടുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അവർ വണ്ടി ഓടിച്ചാൽ എനിക്കും അതിനേക്കാളും ഭയങ്കര സന്തോഷം ഉണ്ടാവും. പേടിച്ചാണ് പോകുന്നത്. കാരണം ക്യാമറ തള്ളി വീഴോ എന്നുള്ള പേടി കൊണ്ടാണ്. ഞാൻ ക്യാമറ സത്യം പറഞ്ഞാൽ ആരും പിടിച്ചല്ല കേട്ടോ. പിന്നെ ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല, ട്രൈപോഡ് സ്റ്റാൻഡിൽ. അയ്യോ, ഹമ്പ് ക്യാമറ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കൈയോട് പിടിച്ചിട്ടല്ല ഇപ്പോൾ. ഹമ്പ് ഇവിടെ ശരിക്കും ലൈസൻസ് എടുക്കാൻ വേണ്ടി കുറേ കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. പിന്നെ അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അവിടെ ലേണേഴ്സ് ടെസ്റ്റ് എന്നല്ല, ഇവിടെ തിയറി ടെസ്റ്റ് എന്നാണ് പറയുക. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ എത്ര എണ്ണമാണ് തെറ്റാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറേ തെറ്റാൻ പാടില്ല. എനിക്ക് എല്ലാം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തിയറി ടെസ്റ്റ് പാസ്സാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് പാർക്കിംഗ് ടെസ്റ്റാണ്.
പാർക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഡ്രൈവിങ് നമുക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നാട്ടിലത്തെ പോലെ നമ്മൾ റോഡിലൊന്നും അല്ല ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു സിറ്റി എങ്ങനെയാണോ അവിടുത്തെ റൗണ്ട് അബൌട്ട്, അവിടുത്തെ സിഗ്നൽ, അവിടുത്തെ എന്താണ് റൈറ്റ് ടേൺ, ലെഫ്റ്റ് ടേൺ, പിന്നെ ഫുട്പാത്ത്, പെഡസ്ട്രിയൽ ക്രോസിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം അവർ പാർക്കിംഗ് ടെസ്റ്റിലാണ് ചെയ്യുന്നത്. ഓരോ എമിറേറ്റിലും ഓരോരോ റൂളായിരിക്കും. ഞാനിപ്പോൾ ഇവിടുന്ന് ഷാർജയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഷാർജയിൽ എന്ന് പറഞ്ഞാൽ 50 ക്ലാസ്സാണ്. പക്ഷേ ദുബായിൽ 40 ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത, നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പാർക്കിംഗ് ടെസ്റ്റിന് ദുബായിൽ സ്കൂളിൻ്റെ ടെസ്റ്റ് വേറെ, പോലീസിൻ്റെ ടെസ്റ്റ് വേറെ 2 ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, RTൻ്റെ ടെസ്റ്റ് വേറെ ആയിട്ട്. പക്ഷേ ഷാർജയിൽ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് പോലീസ് ടെസ്റ്റാണ്. അപ്പം അതും ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് വരുന്നത് സൂപ്പർവൈസർ ടെസ്റ്റാണ്. അത് ദുബായിക്ക് സൂപ്പർവൈസർ ടെസ്റ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഷാർജൊക്കെ ഉണ്ട്. സൂപ്പർവൈസർ ടെസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും പാസ്സാവും. പക്ഷേ എന്നാലും 2-3 പ്രാവശ്യം സൂപ്പർവൈസർ ടെസ്റ്റിലും പൊട്ടിയ ആൾക്കാരുണ്ട്. അവർ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന മിസ്റ്റേക്ക് ആണുള്ളത് കറക്റ്റ് ചെയ്തിട്ട് ഓടിക്കണം എന്ന് പറയും. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർ രണ്ടാമത് സൂപ്പർവൈസർ ടെസ്റ്റിന് അപ്ലൈ ചെയ്യും. പിന്നെ വരുന്നതാണ് പ്രീ ടെസ്റ്റ്. ഈ പ്രീ ടെസ്റ്റാണ് ശരിക്കും ഡ്രൈവിംഗ് ലൈസൻസിലെ ബില്ല്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പക്കായാൽ മാത്രമേ അവർ കൊടുക്കുള്ളൂ. അതുമാത്രമല്ല അവരെന്തായാലും പൊട്ടിക്കും, മിക്കവാറും അത് പൊട്ടിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മിസ്റ്റേക്സിന് പോലും അവർ അത് പ്രീ ടെസ്റ്റ് കൊടുക്കൂല. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് പ്രീ ടെസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ പെട്ടെന്ന് പാസ്സായി കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രീ ടെസ്റ്റ് എനിക്ക് 2 പ്രാവശ്യം കിട്ടിയിരുന്നില്ല. അതൊന്ന് ഞാൻ ഫുട്പാത്തിനോട് ചേർന്ന് വണ്ടി ഓടിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. രണ്ടാമത്തത് ഞാൻ റൗണ്ട് അബൌട്ട് നിന്ന് എടുത്തു. പക്ഷേ ബാക്കിൽ കുറച്ചടുത്തായിട്ട് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് സമ്മതിച്ചു തന്നില്ല, എന്തായാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പക്ഷേ ലാസ്റ്റാണ് നമ്മളെ ഫൈനൽ ടെസ്റ്റ്, പോലീസ് ടെസ്റ്റ്. പോലീസ് ടെസ്റ്റിൽ പാസ്സായാലാണ് നമുക്ക് ലൈസൻസ് കയ്യിൽ കിട്ടുന്നത്. ദുബായിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് ലൈസൻസ് പ്രിൻറ്റ് ചെയ്തിട്ട് കൈ കിട്ടും. പക്ഷേ ഷാർജയ്ക്ക് അങ്ങനെയല്ല. ഷാർജയിൽ നമ്മൾ ലൈസൻസ് ഫൈനൽ ടെസ്റ്റ് പാസ്സായ ശേഷം നമ്മൾ MOIൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സൈറ്റ് വഴി അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ പോസ്റ്റലായിട്ടാണ് നമുക്ക് ലൈസൻസ് വരുന്നത്. അങ്ങനെ പോലീസ് ടെസ്റ്റിൽ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് പാസ്സായി. അപ്പോൾ അന്ന് മുതൽ എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ലൈസൻസ് ആയി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഈ 50 ക്ലാസ്സസൊക്കെ കഴിയുന്ന സമയത്ത് ആകെ ടയേർഡായി. നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ പോയി കിട്ടും. ആദ്യമൊക്കെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേർന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ 50 ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ കിട്ടാനാ ലൈസൻസ് അതാ. പക്ഷെ കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ 50 ക്ലാസ് കൊണ്ട് ഞാൻ പഠിച്ചെടുക്കുമെന്ന്. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന പോലെ ഈസി അല്ല ഇവിടുത്തെ ഡ്രൈവിംഗ്. റൗണ്ട് അബൌട്ടും സിഗ്നലും എക്സിറ്റും അതും ഇതും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് എളുപ്പം എന്ന് പറയും, 1 വേ അല്ലേ ഉള്ളൂ, നാട്ടിൽ 2 വേ അല്ലേ, ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യണമെങ്കിൽ 4 കണ്ണ് വേണം, 2 മുമ്പിലും 2 ബാക്കിലും. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചുറ്റിലും വണ്ടികളുണ്ടാവും. മുമ്പിൽ വണ്ടി, ബാക്കിൽ വണ്ടി, 2 സൈഡിലും വണ്ടി. അങ്ങനെ എനിക്ക് ആകെ ഭയങ്കര ടെൻഷനുണ്ട്. പിന്നെ അതിൻ്റെ മുന്നിൽ കുറേ വണ്ടികളുണ്ടാവും, ഒരു വണ്ടിയൊന്നുമല്ല, ഒരുപാട് വണ്ടികളുണ്ടാവും. അപ്പോൾ ഈ പുറത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ വണ്ടിയൊക്കെ കണ്ട് എൻ്റെ കോൺഫിഡൻസ് മൊത്തം ഇല്ലാതാവും. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നീ എന്തിനാണ് ഈ റോഡിലുള്ള വണ്ടികൾ മൊത്തം നോക്കുന്നത്? നിൻ്റെ മുന്നിലും ബാക്കിലുള്ള വണ്ടി, അതുപോലെ 2 സൈഡിലുള്ള വണ്ടി, അങ്ങനെ 4 വണ്ടികൾ നീ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള വണ്ടികളൊക്കെ ശ്രദ്ധിക്കണ്ട. പറഞ്ഞ സത്യമായിരുന്നു. കാരണം ഞാൻ ഈ വണ്ടികൾ മൊത്തമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കര പേടി തോന്നും. അതിനുശേഷം ഞാൻ ഈ 4 വണ്ടികൾ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം ആ ഒരു ടെൻഷൻ ഇല്ലാതായി. പിന്നെ ഈ ലാസ്റ്റ് ഈ 50 ക്ലാസ്സസ് ആകുമ്പോഴേക്ക് നമ്മൾ ആകെ ടയേർഡായി, ഡ്രൈവിങ്ങിനോടുള്ള ഇഷ്ടമൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞൊരു പകുതി ക്ലാസ് ആകുമ്പോൾ തന്നെ നല്ലപോലെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഈ ടെസ്റ്റുകൾ, ഫൈനൽ ടെസ്റ്റും ഒക്കെ കടക്കാതെ നമുക്ക് ലൈസൻസ് കിട്ടൂലല്ലോ. അങ്ങനെ ലൈസൻസ് ആ ഫൈനൽ ടെസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആരിനോട് പറഞ്ഞു, ഞാനിനി 2 ആഴ്ചത്തേക്ക് വണ്ടി ഓടിക്കുന്ന പ്രശ്നമില്ല, എനിക്കിനി ഫുള്ള് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഡെയിലി ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി രാവിലെ പോകണം, ആരിഫിൻ്റെ ഡ്യൂട്ടിക്ക് മുമ്പ് എനിക്ക് പോയി വരണം, എന്നാലേ എന്നെ ഇവിടെ പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ആരിഫിൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ എണീച്ച് ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കൂടി ഞാനും ആരിഫും നല്ല പോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ശനിയും ഞായറും പോലും ക്ലാസ് ഉണ്ടായിരുന്നു, ഫ്രൈഡേ മാത്രമായിരുന്നു ക്ലാസ് ഇല്ലാതിരുന്നത്. അപ്പോൾ രാവിലെ ആലുകുട്ടനെ പോലും എണീക്കേണ്ടിയിരുന്നു സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ആരിൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടി. ഒരാഴ്ച ആയപ്പം അതുവരെ എനിക്ക് പേടിയായിരുന്നു. ഇതുവരെ നമ്മൾ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടായിരുന്നു. ഇനി ഇൻസ്ട്രക്ടർ ഇല്ലാതെയാണ് വണ്ടി ഓടിക്കേണ്ടത്, അത് നമുക്കാവുമോ എന്നുള്ള ടെൻഷനായിരുന്നു.
പക്ഷെ ആ ടെൻഷനും പേടിയും നമ്മൾ കാറിൻ്റെ ഡോറ് തുറന്ന് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് വരെ ആ പേടി ഉണ്ടാവുള്ളൂ. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറത്ത് നിന്ന് വീട്ടിലിരുന്ന് വണ്ടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേടിയായിരിക്കും. ഇങ്ങനെ പല ലേഡീസിനും ഈ ഒരു പേടി ഉണ്ടാവും, ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന്. എനിക്ക് പരിചയമുള്ള, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, എനിക്ക് പരിചയമുള്ള ആൾക്കാർക്ക് വരെ ഈ പേടിയുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഈ പേടി നമുക്ക് വീട്ടിലിരുന്ന് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാത്തപ്പോൾ മാത്രമേ നമുക്ക് ആ പേടി ഉണ്ടാവുള്ളൂ. ആ കാറിൻ്റെ ഡോറ് തുറന്ന് അവിടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ കൈവെക്കുമ്പോൾ തീരാവുന്ന പേടിയെ സത്യം പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ ആ ഒരാഴ്ച കഴിഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നപ്പോൾ എനിക്ക് ആ പേടി മാറി. അങ്ങനെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും റൗണ്ട് ബോട്ട് എടുക്കുമ്പോഴും പിന്നെ അങ്ങനെ ഓരോ പാർക്ക് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ പാർക്കിങ് ഓരോ പോയിന്റ് വെച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പാരലൽ പാർക്കിംഗ് നമുക്ക് പോൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുക. വണ്ടി വെച്ചിട്ട് അവരൊരിക്കലും നമുക്ക് പാർക്കിംഗ് തരൂല പഠിക്കുന്ന സമയത്ത്. ആ പോളുടെ ആ ഒരു ഇത് വെച്ചിട്ട്, അതായത് ഒരു പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. ഞാനിവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കാറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇതുവരെ പാരലൽ പാർക്കിംഗ് ചെയ്യാതിരുന്നു. പക്ഷെ മിന്നാന്ന് എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളുടെ മുന്നത്തെ 2 ഭാഗം, പിന്നെ മുന്നിലുള്ള കാറിൻ്റെ ടെയിൽ ലൈറ്റ് 2 ബാക്കിലുള്ള പോള് 2, ബാക്കത്തെ കാറിൻ്റെ ഹെഡ് ലൈറ്റ് 2 അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പാർക്ക് ചെയ്തപ്പോൾ എനിക്ക് പാരലൽ പാർക്കിംഗ് എളുപ്പമായി. അതും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഡ്രൈവിംഗ് പഠിച്ചു, ഡ്രൈവിംഗ് പേടിയൊന്നും ഇല്ലാതെ ഡ്രൈവിംഗ് ചെയ്യാൻ തുടങ്ങി, എന്നാലും ചില ആൾക്കാർക്ക് പാരലൽ പാർക്കിംഗ് പേടിയായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് പാരലൽ പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പാരലൽ പാർക്കിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര കോൺഫിഡൻസാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് ആരെയും ആശ്രയിക്കാതെ പോകാമെന്നുള്ളത്. ആ ഒരു സന്തോഷം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിച്ചുകളായ ലേഡീസ് ഡ്രൈവറും ഇന്ന് തന്നെ വണ്ടി എടുത്ത് ഓടിക്കാൻ വേണ്ടി തുടങ്ങേണ്ടതാണ്. പേടിയൊക്കെ അവിടെ മാറ്റി വെക്കുക. ഡോറ് തുറന്ന് സീറ്റിലിരിക്കുമ്പോഴേക്ക് മാറുന്നതായിരിക്കും പേടികളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് ഷെയർ ചെയ്തത്. ഇത് എല്ലാവർക്കും ചിലപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഇത് കുറച്ച് ലേഡീസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത പ്രാവശ്യം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ റഫീന ആരിഫ്. ബൈ.